ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ ഒരു ചെറിയൊരു അൺബോക്സിങ് റിവ്യൂ ആണ്. അപ്പം കുറച്ചായിട്ട് ഇപ്പം അൺബോക്സിങ് റിവ്യൂ ഒന്നും ചെയ്യാറില്ല, നമുക്ക് പ്രൊഡക്ട്സുകളൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിലൊരു സാധനം എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ Redmi 9 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളൊരു റിലേറ്റീവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് അവർക്ക് ആ സാധനം കൊടുക്കേണ്ടതുകൊണ്ട് ഒന്ന് ഓടിച്ചങ്ങോട്ട് പോവാണ്. നമുക്കിപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കൊരു കണ്ടന്റ് പിന്നെ ഒരു അൺബോക്സിംഗ് റിവ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ചെയ്യണം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ താല്പര്യമുള്ളവർ മെയിനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ തുറക്കുക? ഓക്കെ, ഞാൻ തോന്നുന്നു നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഒരു വിധത്തിൽ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു ബോക്സാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണിൻ്റെ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കവറിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യാസ് നമ്പർ 1 എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. പിന്നെ ഷവോമിയുടെ ഒരു ലോഗോ, Redmi 9. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ Redmi 9 വിത്ത് ഈസി ആക്സസ് ടു ദ ഗൂഗിൾ ആപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, ഡിസ്പ്ലേനെ പറ്റിയിട്ടും അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഇതൊന്നും നോക്കാം, അതായത് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.53 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറേൻ്റെ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്കത് നോക്കാം. പിന്നെ ഹീലിയോ G25 വിത്ത് എന്താ പറയുക, ഹൈപ്പർ എൻജിൻ 1.0 എന്ന് പറയുന്ന ഒരു എന്താ പറയുക, മീഡിയാടെക്കിൻ്റെ ഒരു അടിപൊളി ഒരു എന്താ പറയുക പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 2GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നൊരു വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ, കറക്റ്റ് ഇതിൻ്റെ നെയിം എന്തായിരുന്നു പറഞ്ഞത്, എന്തായാലും ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ എന്താ പറയുക ബാക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊരു ഓക്കെ, നമ്മൾ ഫോൺ ജസ്റ്റ് ഈ ഒരു ടാഗ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. വളരെ ഒരു ചെറിയൊരു ബോക്സാണ് കേട്ടത്, വളരെ ചെറിയൊരു ബോക്സാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. Redmi ബൈ ഷവോമി എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫോൺ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഫോൺ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്തായാലും നമ്മൾ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സിൽ എന്തോ കണ്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്താണുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ യൂസർ മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നോർമൽ ചാർജർ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ചാർജറിൻ്റെ കേബിളും, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ നമ്മളെ എന്താ പറയുക, ഇതിൻ്റെ TPU കേസോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു ബോക്സിൽ വരുന്നില്ല. എന്തായാലും നമ്മുടെ ഫോണും ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോണും അതിൻ്റെ ചാർജറും അതിൻ്റെ ഒരു സിം ഇജക്ടർ ടൂളും മാത്രമാണ് ഇതിലുള്ളത്. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനി എന്തായാലും നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഫോണിൻ്റെ ആ ഒരു പരിപാടിയിലോട്ട് പോകട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഫോൺ പുറത്തോട്ട് എടുക്കുക. ഇവിടെ ഒരു ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ അവർ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി ഒരു ബാക്ക് കളറും കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഇവിടെ റെഡ്മിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ ഒരു 13 മെഗാ പിക്സൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കവർ, അവരുടെ ബ്രാൻഡിങ്ങും പരസ്യമുള്ള ഒരു കവർ നമ്മൾ പറിച്ച് കളയണം. ഓക്കെ, ആ ഒരു കവർ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ ഫോണൊന്ന് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഫോണിൻ്റെ കേബിളും അതുപോലെ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടും മറ്റ് സൈഡ് ഭാഷകളിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ 3.5 mm ഒരു ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമ്മളെ സിം ഇജക്റ്റ് സിം ട്രേ ഉണ്ട്. ഇതിൽ ഡുവൽ സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ അടിഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും ഒരു മൈക്കും കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ നോർമലി നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പവർ ഓഫ് ബട്ടണുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഈ ഫോണൊന്ന് പവർ ഓൺ ചെയ്ത് വെക്കാനായിട്ട് പോകാനുണ്ടോ. ഓക്കെ, ഇനി നമ്മളിത് പവർ ഓൺ ചെയ്യാണ്. ഓക്കെ, പവർ ഓൺ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡ്മിയുടെ ബ്രാൻഡിങ് ഉണ്ട്, പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ഓണായിട്ട് വരണം. നമുക്കിത് ഓണായതിനു ശേഷം ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫോണിനാണ് കേട്ടോ, നമ്മൾ ഇതിന് മുമ്പ് 2 ഫോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, MIUI. ഓക്കെ, എന്തായാലും ഇതിന് മുമ്പ് നമ്മൾ 2 ഫോണുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒന്നുമില്ല കേട്ടോ, അത് വേറൊരു കാര്യത്തിൽ ചിന്തിച്ച് പോയി. നമ്മളെ റീഫർബിഷ്ഡ് ഫോൺ നമ്മൾ ഇതിന് മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റീഫർബിഷ്ഡോ കാര്യങ്ങളൊന്നുമല്ല, ഫസ്റ്റ് ഫോണിനാണ്. ഓക്കെ, Redmi 9 കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്കൊന്ന് ബൂട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ആ പരിപാടി നോക്കട്ടോ, ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മളൊന്നും കൂടെ റെഡി ആയി വരാം. നമ്മളിപ്പോൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സെറ്റായി ഓണായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തീമാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു തീം, ക്ലാസിക് തീം തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, സെറ്റപ്പ് കംപ്ലീറ്റഡ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പം നല്ലപോലെ തന്നെ ഓണായി വരുന്നതാണ്. ലോഡിങ് ആപ്പൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും നോക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. എന്തായാലും ഫോണൊന്ന് ഓണായി വരട്ടെ. ഇത് വളരെ പെട്ടെന്ന് ചെയ്യുന്നൊരു റിവ്യൂ ആണ് കേട്ടോ. കാരണം ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫോണല്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഓക്കെ, എന്തായാലും നമ്മളിതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ ചെറുതായിട്ടുള്ളൊരു നമ്മുടെ നോച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. എന്തായാലും എൻ്റെ ഫോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചെറുതാണ്, വളരെ ചെറിയൊരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും നമ്മുടെ ഈ ഒരു സ്ക്രീനുള്ളിൽ തന്നെ ആയിട്ടുള്ളൊരു ക്യാമറയാണെന്നൊക്കെ നമ്മൾ കണ്ടാൽ വിചാരിക്കുക. അങ്ങനെയുള്ള രീതിയിലാണ് അവർ ആ ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് ഒരു ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്മൂത്ത് ടച്ചും കാര്യങ്ങളൊക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാലേ അറിയും. പിന്നെ നമ്മളിതിൽ 2GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇത്രയും കാര്യമാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെറിയൊരു റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ടെസ്റ്റും അതുപോലെ തന്നെ വീഡിയോ എടുത്തിട്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ക്യാമറ ഓൺ ആക്കുകയാണ്. ഓക്കെ, ക്യാമറ ഓൺ ആക്കി നമ്മളെ ബോക്സ് ഇവിടെ എടുത്ത് വെക്കാം നമുക്കൊന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഫോട്ടോ ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ലൈറ്റിംഗ് ആണ്. നമ്മളിവിടെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നോക്കുകയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് സാമ്പിളായിട്ട് ഇട്ടുതരാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പം 2 ഷോട്ട് ഇതിൽ തന്നെ എടുത്ത് നോക്കുകയാണ് ഈ ഒരു ബോക്സിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും നമുക്ക് നോക്കാം. അപ്പോൾ ഫോട്ടോ വലിയൊരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. 13 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എന്നാലും കുഴപ്പമില്ല.
പിന്നെ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും വലിയൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ലൈറ്റിങ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് അനാവശ്യമായിട്ട് അധികം ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, കുറേ ആപ്ലിക്കേഷൻ MIയിൽ നമ്മൾ ഒഴിവാക്കിയുള്ള ആപ്ലിക്കേഷനിൽ ചെറിയ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഇതിൽ വെറുതെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഇതിലെടുത്ത വീഡിയോസും 2-3 ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് അല്ലാതെ ആഡ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സിം ട്രേ ഒന്ന് ഊരി കാണിച്ചു തരാം. അതായത് നമ്മളെ ഈ ഒരു എന്താ പറയുക, മെമ്മറി കാർഡിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലോട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതൊന്ന് ഊരി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് കണ്ടത്. ഇതിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നമ്മളെ 2 സിം കാർഡും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു സിം ട്രാക്ക് വലിയൊരു ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 5000 mAh ബാറ്ററി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് നൽകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വിഷ്വൽസും ബാക്ക് ക്യാമറയിൽ എടുത്ത വിഷ്വൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അല്ലാതെ തന്നെ കാണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിപ്പം കുറച്ച് ഡിലേ ആണ് വീഡിയോ ഇടുന്നത്. മറ്റന്നാൾ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞ പോലെ വേറൊരു വർക്കിൻ്റെ പിറകിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എന്തായാലും നമ്മൾ നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് OnePlusൻ്റെ അപ്കമിങ് ഫോൺസിനെ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. നമ്മൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിലാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഏകദേശം 8000-ത്തിനടുത്താണ് ഇതിന് വില വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ലിങ്ക് കയറി പോയി എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ഇത് നല്ല കിടക്കാച്ച വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയുടെ ബൈ.